നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. KSRTCയിൽ സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ TDFൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ രാപ്പകൽ സമരം ആരംഭിച്ചു. ശമ്പളമെവിടെ പിണറായി, ശമ്പളമെവിടെ വകുപ്പ് മന്ത്രി, ഉയർപ്പൊഴുക്കിയ തൊഴിലാളികൾ ഒന്നിച്ചൊന്നായി പറയുന്നു, ഒരേ സ്വരത്താൽ പറയുന്നു, ഞങ്ങളുടെ കഞ്ഞിയിൽ മണ്ണിട്ടിട്ട്. സെക്രട്ടേറിയറ്റ് മുന്നിൽ ആരംഭിച്ച രാപ്പകൽ സമരത്തിൽ വിൻസെൻ്റ് MLA അധ്യക്ഷനായി. പന്തംകൊളുത്തി മാർച്ച് നമ്മൾ സംഘടിപ്പിച്ചു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ മുതൽ 10 മണി മുതൽ രാപ്പകൽ സമരം ആരംഭിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇത്രയും വലിയ അനീതി ഈ ഗവൺമെന്റ് തൊഴിലാളികളോട് കാണിക്കുക. ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിയമസഭയ്ക്കകത്തും പുറത്തും നിങ്ങൾക്ക് വേണ്ടി അതിശക്തമായി പോരാടും. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഇത് അവസാനിക്കാറായി, കാലം തീരാനായി. ഒരു പഴയ നിങ്ങളുടെ ഒരു പ്രതാപകാലത്തേക്ക് KSRTCയെ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചുകൊണ്ടു. ഒരു സംശയം വേണ്ട, നമ്മളൊന്നും കൂട്ടിക്കൂല. ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചുകൊണ്ടിരും. അതുകൊണ്ട് ഈ വിഷമമൊക്കെ ഒരു തീർക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സമരം ചെയ്യാം, നമുക്ക് പോരാടാം. കുറച്ച് സമയം കൂടി നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി ഒന്ന് ഇരുന്നാൽ ഇതിൻ്റെയൊക്കെ വരും. അത് നമ്മുടെ യൂണിയൻകാരോട് മാത്രമല്ല, മറ്റേ യൂണിയൻകാരോടുകൂടി പറയും. സത്യത്തിൽ നിങ്ങൾ നല്ലൊരു ക്യാമ്പയിൻ നടത്തിയ KSRTCയിൽ ഇപ്പം ജോലി ചെയ്യുന്ന 22,000 പേരും അവരുടെ കുടുംബവും ഈ തൊഴിലാളി വിരുദ്ധ സർക്കാരിനെ താഴെ ഇറക്കാൻ നമ്മുടെ കൂടെ നിൽക്കും. ഈ രാപ്പകൽ സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. മുൻ മന്ത്രിമാരായ VS ശിവകുമാർ, N ശക്തൻ തുടങ്ങി പ്രമുഖ നേതാക്കൾ സംസാരിച്ചു. ജോലി ചെയ്താൽ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാത്തൊരു ഗവൺമെന്റ് ലോക ചരിത്രത്തിൽ ലോകത്തെവിടെയും ഉണ്ടാകില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു 8 വർഷവും ഈ സർക്കാർ ഈ KSRTC ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ഞങ്ങൾ കൊടുക്കുമായിരുന്നു.